നമസ്കാരം. അമേരിക്കയിൽ നിന്ന് സൈനിക വിമാനത്തിൽ കൈവിലങ്ങ് വച്ചാണ് കുടിയേറ്റക്കാരെ ഇന്ത്യയിൽ തിരിച്ചെത്തിച്ചതെന്ന വെളിപ്പെടുത്തൽ ചർച്ചയാവുകയാണ്. കാലുകളും കൈകളും ഉൾപ്പെടെ വിലങ്ങുവെച്ചെന്നും സീറ്റിൽ നിന്ന് നീങ്ങാൻ പോലും സാധിക്കാത്ത സാഹചര്യമായിരുന്നുവെന്നുമാണ് അവർ പറയുന്നത്. ശാരീരികവും മാനസികവുമായി ഏറെ ബുദ്ധിമുട്ടിലാക്കിയിരുന്നുവെന്നും തിരിച്ചെത്തിയവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. യുഎസിൽ നിന്ന് നാടുകടത്തിയ ഇന്ത്യക്കാരെ കൈവിലങ്ങ് വെച്ച് അപമാനിച്ചെന്ന് കോൺഗ്രസ് ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കയിലേക്ക് അനധികൃതമായി കുടിയേറിയ ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരികയാണ്. പലരും വായ്പയെടുത്തും ഭൂമി വിറ്റുമൊക്കെയാണ് അമേരിക്കയിൽ എത്താൻ പണം കണ്ടെത്തിയത്. തിരിച്ചെത്തിയതോടെ പലരും സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ബ്രീസിലും മെക്സിക്കോയിലും ഒക്കെ കടന്നുപോകുന്ന ഡോങ്കി റൂട്ട് വഴിയാണ് പലരും യുഎസിലെത്തിയത്. ഏജന്റുമാർക്ക് നൽകുന്നതിനായി മാത്രം 40 മുതൽ 60 ലക്ഷം രൂപ വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പെരുവഴിയിലായ അവസ്ഥയിലാണ് പലരും. സർക്കാർ സഹായിച്ചാൽ മാത്രമേ പലർക്കും അതിജീവിക്കാനാവുകയുള്ളൂ. യുഎസിൽ നിന്ന് ഇന്ത്യക്കാരെ നാടുകടത്തുന്നതിൽ പ്രധാനമന്ത്രി മോദി ഇടപെടണമെന്നാണ് പഞ്ചാബ് മന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ദുബായ് ആസ്ഥാനമായുള്ള ട്രാവൽ ഏജന്റുമാരാണ് തങ്ങളെ യുഎസിലേക്ക് അയച്ചതെന്നും ഫോണിലൂടെയാണ് കരാറുകൾ ഉണ്ടാക്കിയതെന്നും ചിലർ പറഞ്ഞതായി പഞ്ചാബ് NRI കാര്യമന്ത്രി കുൽദീപ് സിംഗ് ധാലിവാൾ പറഞ്ഞിരുന്നു. ഇവിടെ നിന്നുള്ള യുവാക്കൾ ദുബായിലേക്ക് പോയി UK ഉൾപ്പെടെ വിവിധ രാജ്യങ്ങൾ വഴി യുഎസിലേക്ക് അയച്ചു. അവരിൽ ചിലർക്ക് കനേഡിയൻ വിസ പോലും ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. വിവിധ ഏജന്റുമാരെ ഉപയോഗിച്ചിട്ടുണ്ടെന്നും പിടിക്കപ്പെടുന്നതിന് മുമ്പ് പലയിടങ്ങളിലും താമസിച്ചിട്ടുണ്ടെന്നും നാടുകടത്തപ്പെട്ടവർ പ്രാഥമിക ചോദ്യം ചെയ്യലിൽ പറഞ്ഞതായി സ്രോതസ്സുകൾ അറിയിച്ചിട്ടുണ്ട്. 104 അനധികൃത കുടിയേറ്റക്കാരുമായാണ് US സൈനിക വിമാനം ബുധനാഴ്ച അമൃത്സറിലെത്തിയത്. ഇവരിൽ 33 പേർ ഹരിയാന, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ നിന്നുമുള്ളവരും 30 പേർ പഞ്ചാബിൽ നിന്നുള്ളവരും 3 പേർ മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും 2 പേർ ചണ്ഡീഗഡിൽ നിന്നുള്ളവരുമാണെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. നാടുകടത്തപ്പെട്ടവരിൽ 4 വയസ്സുള്ള ഒരു ആൺകുട്ടിയും 5-7 വയസ്സുള്ള 2 പെൺകുട്ടികളും ഉൾപ്പെടെ 19 സ്ത്രീകളും 13 പ്രായപൂർത്തിയാകാത്തവരും ഉൾപ്പെടുന്നുണ്ട്. ഇന്ത്യക്കാരെ വിലങ്ങുവെച്ചാണ് കൊണ്ടുവന്നതെന്ന റിപ്പോർട്ടുകൾ നേരത്തെ കേന്ദ്ര സർക്കാർ നിഷേധിച്ചിരുന്നു. ആദ്യം പുറത്തു വന്ന ചിത്രങ്ങൾ ഗ്വാട്ടിമാലയിലേക്ക് നാടുകടത്തിയവരുടെയാണെന്ന് PIB വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അമൃത്സറിൽ ഇറങ്ങിയവരുടെ ചിത്രങ്ങളും പ്രതികരണങ്ങളും വന്ന സാഹചര്യത്തിൽ സർക്കാരിന്റെ ഔദ്യോഗിക പ്രതികരണമൊന്നും വന്നിട്ടില്ല. കാലുകളും കൈകളും ബന്ധിച്ചിരുന്നതായും അമൃത്സർ വിമാനത്താവളത്തിൽ വെച്ചാണ് വിലങ്ങുകൾ അയച്ചതെന്നും ഇന്ത്യയിലെത്തിയ ജസ്പാൽ സിംഗ് എന്നയാൾ PTIയോട് പ്രതികരിച്ചിരുന്നു. ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കുന്നത് സംബന്ധിച്ച് തങ്ങൾക്ക് അറിവുണ്ടായിരുന്നില്ലെന്നും തിരിച്ചെത്തിയവർ പറയുന്നുണ്ട്. തങ്ങളെ മറ്റൊരു ക്യാമ്പിലേക്ക് മാറ്റുന്നുവെന്നാണ് ആദ്യം കരുതിയത്. എന്നാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തങ്ങളെ ഇന്ത്യയിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു. ഞങ്ങളുടെ കാലുകളും കൈകളും വിലങ്ങുവെച്ചു ബന്ധിച്ചു. അമൃത്സർ വിമാനത്താവളത്തിലെത്തിയപ്പോഴാണ് വിലങ്ങ് അഴിച്ചതെന്നും ജസ്പാൽ സിംഗ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്.